നമസ്കാരം. ADGP MR അജിത് കുമാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയമാണ്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഊരാക്കുടുക്കിൽ ചെന്നുപെട്ടിരിക്കുന്നു MR അജിത് കുമാർ. അജിത് കുമാറിനെതിരെ അച്ചടക്ക നടപടി ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച ആലപ്പുഴയിലെ അതിക്രൂരമായ പോലീസ് പീഡന കേസിൽ അജിത് കുമാർ നടത്തിയ കള്ളക്കളികളും തിരിമറികളും വ്യാജരേഖാ നിർമ്മാണവുമൊക്കെ തെളിവ് സഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആ കേസിൽ പിണറായിയുടെ വ്യക്തിഗത ഗൺമാൻ അനിൽകുമാർ അടക്കം 5 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ജാമ്യമില്ലാ കേസിൽ പ്രതികളായി ഒളിവിൽ പോയിരിക്കുന്നു. അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലാണ്. വരുന്ന ചൊവ്വാഴ്ച വിധി പറയും. അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടിയേക്കും. കോടതിയിൽ നടന്ന സംഭവ വികാസങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് ജാമ്യം കിട്ടും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവരിപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത്. എന്നാൽ ജാമ്യം കിട്ടി എന്നതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെടാനോ കേസ് തേഞ്ഞുമാഞ്ഞു പോവാനോ സാധ്യതയില്ല. അത്ര ശക്തമായ തെളിവുകളാണ് ഈ 5 പോലീസുകാർക്കെതിരെയും കണ്ടെത്തിയിരിക്കുന്നത്. ഈ 5 പോലീസുകാർക്കെതിരെ മാത്രമല്ല ഈ അന്വേഷണം ചെന്നെത്തുന്നത് ADGP അജിത് കുമാറിലേക്കാണ്. അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണത്തിലെ കണ്ടെത്തലുകളെല്ലാം വെട്ടിത്തിരുത്തിയതെന്ന് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ മൊഴി കൊടുത്തു. അജിത് കുമാർ നിർദ്ദേശിച്ചതനുസരിച്ച് അന്വേഷണ റിപ്പോർട്ട് തിരുത്തി എഴുതി ഒപ്പുവെപ്പിച്ചതിനെ കുറിച്ച് കണ്ണീരോടുകൂടി അത് ചെയ്ത 2 ഗ്രേഡ് SIമാരും മൊഴി കൊടുത്തിട്ടുണ്ട്. അജിത് കുമാർ ചെയ്ത തിരിമറികൾ, നിയമവിരുദ്ധ പ്രവർത്തികൾ അതിശക്തമായ തെളിവുകളായി പുറത്തു വരുമ്പോൾ അജിത് കുമാറിനെതിരെ നടപടി ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അജിത് കുമാറിനെതിരെ ഏറെ വൈകാതെ തന്നെ അച്ചടക്ക നടപടി ഉണ്ടാവുമെന്നും ഇനി കഷ്ടി 1.5 വർഷം പോലും സർവീസിലില്ലാതിരിക്കുന്ന അജിത് കുമാർ DGP ആയി പ്രൊമോഷൻ കിട്ടും എന്ന് കാത്തിരിക്കുമ്പോൾ അതിനു മുൻപ് തന്നെ സസ്പെൻഷനിലാകുമെന്നും ഉറപ്പായിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ അജിത് കുമാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയമാണ്. സർവാധികാരിയായി പിണറായിക്കൊപ്പം വാണിരുന്ന അജിത് കുമാറിന് ഇപ്പോൾ പ്രത്യേകിച്ച് പദവിയൊന്നുമില്ല. ബിവറേജസ് കോർപ്പറേഷന്റെ MD സ്ഥാനവും എക്സൈസ് കമ്മീഷണർ സ്ഥാനവുമായിരുന്നു അവസാനം അജിത് കുമാറിന് ലഭിച്ചത്. എന്നാൽ എക്സൈസ് കമ്മീഷണർ സ്ഥാനം ഒരു കേഡർ IAS പോസ്റ്റാണ് എന്ന് പറഞ്ഞ് IAS അസോസിയേഷൻ കോടതിയിൽ പോയപ്പോൾ അജിത് കുമാറിനെ കോടതി പിരിച്ചുവിട്ടു. അങ്ങനെ ആ പദവി ഒഴിഞ്ഞു പോയപ്പോൾ ആകെ അവശേഷിക്കുന്നത് ബെവ്കോയുടെ MD സ്ഥാനം മാത്രമാണ്. DIG ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇതിനു മുമ്പ് ബെവ്കോ MD സ്ഥാനത്തിരുന്നത്. മുതിർന്ന ADGP റാങ്കിലുള്ള അജിത് കുമാർ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ഏക പദവി ബെവ്കോ MD ആണെന്ന് ഓർക്കണം. ആ പദവിയിലും അജിത് കുമാറിനെ വേണ്ട എന്നാണ് എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ DIG റാങ്കിലിരുന്നിട്ട് ആ പദവിയിലും ഇയാളെ വേണ്ട എന്ന് വകുപ്പ് മന്ത്രി എഴുതി കൊടുക്കുന്ന അവസ്ഥ. ഈ ദിവസങ്ങളിൽ ആ വകുപ്പിൽ നിന്നും അദ്ദേഹത്തെ മാറ്റാൻ ആലോചനയുണ്ട്. പക്ഷെ എങ്ങോട്ട് മാറ്റും എന്നതാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ഏക വിഷയം. അതുകൊണ്ട് തന്നെ ആ വകുപ്പിൽ ഇരുത്തിക്കൊണ്ട് തന്നെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്താനാണ് ആലോചന എന്നാണ് പോലീസിലെ ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇത്രയും വലിയൊരു ഗതികേടിലേക്ക് പോയ അജിത് കുമാർ എങ്ങനെയായിരുന്നു കഴിഞ്ഞ 4-5 വർഷം ഈ നാട് ഭരിച്ചിരുന്നത് എന്ന് നമ്മൾ മറക്കരുത്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്ന നാൾ മുതൽ DIG ആയും IG ആയും ഒക്കെ പിണറായിയുടെ വിശ്വസ്തനായി ഉന്നത പദവിയിൽ ഇരുന്ന് 2021 ADGP റാങ്കിലേക്ക് പ്രൊമോഷൻ കിട്ടിയപ്പോൾ മുതൽ കേരള പോലീസിന്റെ ഭരണ ചുമതല അജിത് കുമാറിനായിരുന്നു. പേരിന് DGPമാർ ഉണ്ടായിരുന്നെങ്കിലും കേരള പോലീസിനെ ഭരിച്ചിരുന്നത് അജിത് കുമാർ എന്ന ADGP ലോ ആൻഡ് ഓർഡർ ആയിരുന്നു. DGPമാർ വെറും പാവകൾ മാത്രമായിരുന്നു. അതിന്റെ അഹങ്കാരം പലതവണ ADGP അജിത് കുമാർ കാണിച്ചിട്ടുമുണ്ട്. DGP ആയിരുന്ന ദർവേഷ് സാഹിബ് ഒരു മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ പോയില്ല എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ DGP ഒരു നോട്ടീസ് കൊടുത്തപ്പോൾ ആ നോട്ടീസ് വലിച്ചു കീറിക്കളയുകയും DGP അപമാനിച്ചുകൊണ്ട് മറുപടി കൊടുക്കുകയും ചെയ്യാനുള്ള തന്റെ ഇടം അജിത് കുമാറിന് ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളെന്ന നിലയിലാണ്. സ്വപ്ന സുരേഷ് പിണറായിയുടെ വിശ്വസ്തനായ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെതിരെ അയാളുടെ ഇക്കിളി സ്വഭാവത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അന്ന് വിജിലൻസിന് ചുമതല ഉണ്ടായിരുന്ന അജിത് കുമാർ വീട്ടിൽ കയറി സ്വപ്നയുടെ കൂട്ടുകാരനെ പിടിച്ചുകൊണ്ടുപോയത് ഇതേ അഹങ്കാരത്തിന്റെ ഭാഗമായിരുന്നു. ഏഷ്യാനെറ്റിലെ സിന്ധു സുരകുമാറിനെതിരെ സകല ഉപദേശങ്ങളും മറികടന്നുകൊണ്ട് കള്ളക്കേസെടുക്കാൻ ചരട് വലിച്ചത് ഈ അജിത് കുമാർ ആയിരുന്നു. അന്ന് അജിത് കുമാറിന്റെ ഏറ്റവും വലിയ കൂട്ടാളി കളങ്കിത രാഷ്ട്രീയക്കാരനായ PV അൻവർ ആയിരുന്നു. അൻവറിന്റെ വാക്ക് കേട്ട് 2023 മുതൽ സകല സീമകളും മറികടന്നാണ് മറുനാടനെ വേട്ടയാടാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. എളുപ്പത്തിൽ മറുനാടനെ കൈവിലങ്ങ് വെച്ച് ജയിലിൽ അടയ്ക്കാം. 6 മാസം പല കേസുകൾ ചുമത്തി ജയിലിൽ അടച്ചാൽ തനിയെ പ്രസ്ഥാനം പൂട്ടിപ്പോകും എന്ന്
പിണറായി വിജയനെ വിശ്വസിപ്പിച്ച് വേട്ടക്കിറങ്ങിയത് അജിത് കുമാർ ആയിരുന്നു. ഒരു ദിവസം പോലും അജിത് കുമാറിനെ മറുനാടൻ ജയിലിലടയ്ക്കാൻ സാധിച്ചില്ല. അതിന് വാശി തീർക്കാനാണ് മറുനാടന്റെ മുഴുവൻ കമ്പ്യൂട്ടറുകളും ക്യാമറകളും പൊക്കിക്കൊണ്ടുപോയത്. പക്ഷെ എന്നിട്ടും മറുനാടന്റെ പ്രക്ഷേപണം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. അക്കാലയളവിൽ അജിത് കുമാറും PV അൻവറും ഒരുമിച്ച് ചേർന്ന് വലിയ വീമ്പിളക്കലായിരുന്നു DGPയുടെ അടുത്തും മുഖ്യമന്ത്രിയുടെ അടുത്തും നടത്തിയത്. ഒടുവിൽ അജിത് കുമാറും PV അൻവറും തമ്മിൽ തെറ്റുന്നു. മറുനാടൻ അജിത് കുമാറിനെ 2 കോടി കൊടുത്താണ് അജിത് കുമാർ മറുനാടനെ രക്ഷിച്ചത് എന്നായിരുന്നു അൻവറിന്റെ ആരോപണം. അജിത് കുമാർ സ്വപ്നത്തിൽ വിചാരിച്ചാൽ പോലും സാധിക്കാത്തത്ര അകലെയും സുരക്ഷിതത്വത്തിലുമായിരുന്നു മറുനാടൻ എന്ന കാര്യം അൻവറും അറിഞ്ഞില്ല, അജിത് കുമാർ അറിഞ്ഞില്ല. അങ്ങനെ സർവാധികാരിയായി വാണ അജിത് കുമാർ തൃശൂർ പൂരം കലക്കാൻ ഇടപെട്ടു എന്ന വിഷയമുണ്ടായപ്പോൾ CPI കട്ടക്കിറങ്ങിയതോടെയാണ് ശനിദിശ ആരംഭിക്കുന്നത്. അൻവർ തള്ളിപ്പറഞ്ഞിട്ടും പിണറായി വിജയൻ സംരക്ഷിച്ചതാണ്. പക്ഷെ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം, RSS നേതാക്കളെ കാണാൻ അജിത് കുമാർ പോയതുമായി ബന്ധപ്പെട്ട വിവാദം, ഇതിലൊന്നും പിടിച്ചു നിൽക്കാൻ പിണറായി വിജയന് പോലും കഴിഞ്ഞില്ല. അന്നാണ് തൽക്കാലം മാറി നിൽക്കെ പിന്നെ പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞ് പിണറായി വിജയൻ എക്സൈസ് കമ്മീഷണറാക്കുന്നത്. പക്ഷെ പിണറായിയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോവുകയും തന്റെയും മകളുടെയും മാനം രക്ഷിക്കാൻ പോലും സമയം തികയാതെ വരികയും ചെയ്തതോടെ അജിത് കുമാർ പുതിയ DGPയുടെയും പുതിയ സർക്കാരിന്റെയും ഒക്കെ കാലിൽ പിടിച്ച് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. പക്ഷേ ഒന്നും ഫലവത്തായില്ല. ഇപ്പോഴിതാ DIG റാങ്കിലുള്ള ഒരു ബെവ്കോ MD സ്ഥാനം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിൽക്കുന്നു. ആ പദവി നഷ്ടപ്പെടുമ്പോൾ സസ്പെൻഷൻ ആയിരിക്കും അജിത് കുമാറിനെ കാത്തു നിൽക്കുന്നത്. DGP പദവിയിലെത്തി സകലരെയും അടക്കി വാഴാൻ കാത്തിരുന്ന അജിത് കുമാർ ഏതു നിമിഷവും പോലീസിന് പുറത്തേക്ക് പോകുന്ന സാഹചര്യം രൂപപ്പെടുന്നു. വാസ്തവത്തിൽ അജിത് കുമാർ ഒരു അഴിമതിക്കാരനല്ല. എന്നിട്ടും അജിത് കുമാറിന് ഈ ഗതി സംഭവിച്ചത് പിണറായി വിജയനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമാണ്. RSS നേതാക്കളെ കാണാൻ പോയത് വാസ്തവത്തിൽ പിണറായിക്ക് വേണ്ടിയായിരുന്നില്ല. മനോജ് എബ്രാഹിമിന് പദവിയൊന്നും കിട്ടാതിരിക്കാൻ ശബരിമലയിൽ അയ്യപ്പ ഭക്തരെ തല്ലാൻ ഉത്തരവിട്ട ആളാണ് എന്ന് RSS നേതാക്കളെ ബോധ്യപ്പെടുത്താൻ പോയ പോക്കായിരുന്നു. തനിക്ക് ഭീഷണി ഉയർത്തും എന്ന് ആശങ്കപ്പെടുന്ന സകലരെയും ദ്രോഹിക്കുക MR അജിത് കുമാറിന്റെ ശീലമാണ്. സർവീസിൽ നല്ല പേരുണ്ടാക്കിയ P വിജയൻ എന്ന ADGPയെ സസ്പെൻഡ് ചെയ്യാൻ പോലും കാരണമായത് അജിത് കുമാറിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങളായിരുന്നു. പിന്നീട് പിണറായി വിജയൻ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞു അജിത് കുമാർ പക വീട്ടിയതാണ് P വിജയനോടെന്ന്. അന്ന് അജിത് കുമാർ പാര വെച്ച് തകർക്കാൻ ശ്രമിച്ച 3 ഉദ്യോഗസ്ഥരും മനോജ് എബ്രാഹിമും P വിജയനും S ശ്രീജിത്തും ഇപ്പോൾ ഉയർന്ന പദവികളിൽ ഇരിക്കുമ്പോൾ അജിത് കുമാറിനെ DIGയുടെ റാങ്ക് പോലുമില്ല, പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു എന്ന് കരുതണം. അതിനൊരു കാരണമുണ്ട്. അഴിമതിക്കാരനല്ലെങ്കിലും ആത്മാഭിമാനം മാറ്റിവെച്ച് ഉന്നതന്മാർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന തന്നേക്കാൾ താഴെയുള്ള ഉദ്യോഗസ്ഥരെ അപമാനിക്കുന്ന അജിത് കുമാർ പണി ചോദിച്ചു വാങ്ങിയതാണ്. ഒരിക്കൽ അജിത് കുമാർ സഞ്ചരിച്ചിരുന്ന കാറിൽ ഒരു കൊതുക് കയറിയതിന്റെ പേരിൽ ആ ഗൺമാനെ മുൻപിലത്തെ സീറ്റിൽ പരമാവധി മുമ്പോട്ട് സീറ്റ് മാറ്റി ഡാഷ്ബോർഡിന്റെ താഴെ തല വെച്ച് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ കുനിച്ചിരുത്തിയതിന്റെ വേദന ഈ പോലീസുകാരൻ തന്നെ തന്റെ ചില കൂട്ടുകാരോട് പറഞ്ഞത് അവരിൽ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി ഏതുയർന്ന പദവിയിലെത്തിയാലും എന്തെല്ലാം നേടിയെടുത്താലും അയാൾ തന്നേക്കാൾ താഴെയുള്ള, പ്രത്യേകിച്ച് ഏറ്റവും താഴെയുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് അവരുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. അവിടെ പരാജയപ്പെട്ടാൽ അഴിമതിയില്ലെങ്കിലും ഉന്നതാധികാരമുണ്ടെങ്കിലും അവരുടെ കണ്ണുനീർ, അവരുടെ ശാപം, നീതിയുടെ നിലവിളി ഈ അധികാര സ്ഥാനത്തു നിന്നും ആരെയും താഴെ ഇറക്കും. നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ മറുനാടിനെ വേട്ടയാടാൻ നടത്തിയ ശ്രമം, തന്റെ ഗൺമാനെ 5-6 മണിക്കൂർ ശ്വാസം മുട്ടിച്ച് വേദനിപ്പിച്ചതടക്കമുള്ള പീഡനമുറകൾ, ഇതിന്റെയൊക്കെ ശിക്ഷയാണ് അജിത് കുമാർ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഏതുയർന്ന പദവിയിലെത്തിയാലും മനുഷ്യത്വം എന്നത് അല്പമെങ്കിലും മറന്നുപോയാൽ എന്തു സംഭവിക്കും മനുഷ്യനെ എന്നതിന് തെളിവാണ് MR അജിത് കുമാറിന്റെ ഇപ്പോഴത്തെ വീഴ്ച.